ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത്, ഞാൻ മീഷോന്ന് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്നുള്ളതിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെ കേട്ടോ. നല്ല റേറ്റ് കുറവിനാണ് നമുക്കിത് മീഷോന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ സെർച്ച് ചെയ്തിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത്, നമ്മൾ പൈപ്പിലൊക്കെ വെള്ളം ഇങ്ങനെ നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം ഇങ്ങനെ തെറിക്കൂലേ, അതിന് വേണ്ടി ഇടുന്ന ഇതുപോലത്തെ ഒരു ടാപ്പും ഇടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഇത് അങ്ങനെയല്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും അങ്ങനെയൊക്കെ പൈപ്പുമ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വലുതാക്കി ചെറുതാക്കിയൊക്കെ കൊടുക്കട്ടെ. പിന്നെ അതിങ്ങനെ നമുക്ക് സിങ്ക് കഴുകാനും എല്ലാത്തിനും നല്ല സുഖമായിട്ട് പോലെ ഫ്ലെക്സിബിളാണ്. നമുക്ക് ഇങ്ങോട്ട് നീക്കി കൊടുത്തിട്ട് സിങ്ക് കഴുകാനൊക്കെ സുഖമായിട്ടാണ്. ഞാനിതൊന്ന് സിങ്കിലെ ടാപ്പിലൊന്ന് ഇതിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് 74 രൂപയ്ക്കാണ് എനിക്കിത് മീഷോന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 99 രൂപയാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ 74 രൂപ കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വാങ്ങട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വരുന്നത്, ഞാനിതിപ്പോൾ ഒരുപാട് കാലമായിട്ട് മീഷോന്ന് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു 5 വർഷത്തോളമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് മീഷോന്ന് വാങ്ങുന്ന ഒരു സംഭവമായിട്ടത്. നമ്മളെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണിത്. നമുക്ക് കിച്ചണിലെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടത്. ഇത് ഞാൻ മീഷോന്ന് 4 പീസായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ 6 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ ഞാൻ 4 ഉള്ളതാണ് നോക്കി വാങ്ങിയിട്ടുള്ളത്. 122 രൂപക്കാട്ടോ അത് മീഷോന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 141 രൂപയാണ്. ഓൺലൈൻ പേയ്മെൻറ്റിൽ 122 രൂപ അങ്ങനെയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തൊക്കെ വരുന്ന അടിപൊളി ക്ലോത്ത് തന്നെയാണ് കേട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്താണ് ഇത്. നമുക്ക് തുടയ്ക്കാനും എല്ലാത്തിനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ റേറ്റ് നല്ല വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കോളിട്ടോ. അപ്പം 122 രൂപയ്ക്ക് നമുക്ക് നല്ല വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റ് വരുന്നത്, നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നൈഫിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. 3 പീസ് വരുന്ന ഒരു സെറ്റാണ് ഇത്. സ്റ്റീലിലാട്ടോ വരുന്നത്. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് സംഭവം വന്നപ്പോൾ എനിക്ക് വലിയ ക്വാളിറ്റി ഒന്നും തോന്നില്ല. അങ്ങനെ ഞാൻ റിട്ടേൺ ചെയ്തിട്ട് വേറെ കളർ നോക്കിയിട്ട് ഞാൻ ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇത് കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു പിസ്ത ഷെയ്ഡിൽ വരുന്ന ഒരു ഗ്രീൻ കളറാട്ടോ വരുന്നത്. അപ്പോൾ ഈ കളറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്ത് ഇപ്പോൾ കിട്ടിയപ്പോൾ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു സംഭവം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്ന സംഭവം എനിക്ക് വലിയ കളറും എനിക്ക് ഞാൻ ഓർഡർ ചെയ്ത കളറായാലും എനിക്ക് വന്നത്. കളർ എനിക്ക് അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. അത് റിട്ടേൺ ചെയ്തിട്ടും വേറെ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പം ഈ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനും ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് അങ്ങനെ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ നല്ല മൂർച്ചയുണ്ട്. ഇനി ഉപയോഗിക്കുന്നതിനനുസരിച്ച് മൂർച്ച പോവോ എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്തതും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ അടിയിൽ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. വാഷിംഗ് മെഷീൻ നമ്മൾ സ്പിന്നിലൊക്കെ ഇട്ട് ഇങ്ങനെ ഇളകുമല്ലോ, അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതുപോലത്തെ 4 സ്റ്റാൻഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മെഷീൻ്റെ 4 ഭാഗത്തും കാലിൽ ഇട്ട് കൊടുത്താൽ അവിടെ പ്രസ്സായി അവിടെ നിന്നോളൂ കേട്ടോ. ഇതുപോലെ പുഷ്ടാണ് വരുന്നത്. അപ്പോൾ മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളകി പോകാൻ നീങ്ങത്തൊന്നുമില്ല, അങ്ങനെ അവിടെ നിന്നോളും. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്തിട്ട് വാങ്ങട്ടോ. ഇനിയിപ്പോൾ ഞാൻ മെഷീൻ തന്നെ ആവശ്യമായിട്ടുള്ള ഒരു കവർ കേട്ടോ, മെഷീൻ ഇടാൻ പറ്റിയൊരു കവറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല. ഞാൻ ഓർഡർ ചെയ്ത അതേ സംഭവം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മളെ മെഷീൻ ഇട്ടപ്പോൾ നല്ല ലൂസായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സിബ്ബൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ സിബ്ബ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സിബ്ബ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സംഭവമൊക്കെ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ മെഷീനിൽ ഇത് പാകമല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും ഞാൻ മീഷോന്ന് 4 വർഷം മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ മെഷീന് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ.
പിന്നെ അതിൻ്റെ സിബിനൊരു പ്രശ്നം വന്നപ്പം അത് കംപ്ലൈൻ്റ് ആയിട്ടാണ്. പിന്നെ ഞാൻ പൊടിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരാമെന്ന് പറഞ്ഞത് ഞാൻ പുതിയതൊന്ന് ഓർഡർ ആക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചേട്ടാ. ഇതിപ്പോൾ ഇതാ ഞാൻ മെഷീനിൽ ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്യാതെ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ഒരു ഷേപ്പ് ഇല്ലാതാണ് ഇട്ടൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് റിട്ടേൺ ചെയ്തത്. അപ്പോൾ ഞാൻ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു, കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ വീഡിയോ ആക്കി ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ എനിക്ക് യൂസ്ഫുള്ളായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ മാത്രമേ വീഡിയോയിൽ കാണിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യലുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കലില്ല. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ ക്വാളിറ്റി ഇല്ലാത്തത് വന്നാലും നമുക്ക് പിന്നെ വീഡിയോയിൽ കാണിക്കാമെന്നുള്ളതിൽ കേട്ടോ. അങ്ങനെയാണ് ഞാൻ നമ്മളെ പിന്നെ വാഷിംഗ് മെഷീൻ്റെ കവറൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അത് ക്വാളിറ്റി കുറവൊന്നുമല്ല, അത് നമുക്ക് സൈസിൽ വ്യത്യാസം വന്ന് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ പിന്നെ സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ പ്ലാന്റ്സുകളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റാൻഡാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് പിന്നെ എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് 252 രൂപ കേട്ടോ. 4 സ്റ്റാൻഡാണ് ഇതുപോലത്തെ വരുന്നത്. ഇതും ഞാൻ 3-4 വർഷം മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പിന്നെ എനിക്കിത് ഓഫറിനാണ് കിട്ടിയത്. അന്ന് എനിക്ക് 705 രൂപ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 252 രൂപക്ക് പിന്നെ ഓഫറിനാട്ടേക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമുക്ക് ഇങ്ങനെ കാലിൽ ഇട്ടുകൊടുക്കാൻ പറ്റിയിട്ടുള്ള പിന്നെ ഇതുപോലെ പുഷൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് വാങ്ങിയതിന് അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ എല്ലാ കാലിലും നമുക്കിതുപോലെ പുഷിട്ടിട്ട് വെച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പിന്നെ ഈ റേറ്റിന് വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർ ചെക്ക് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു സ്റ്റാൻഡിൽ പിന്നെ 3 പോട്ട് വരെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വലിയ പോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ 2 പോട്ടിൽ വെച്ച് കൊടുക്കാം. 3 ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് 3 പോട്ട് സുഖമായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ റേറ്റിന് നല്ല വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വാങ്ങാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.